ക്രെഡിറ്റ് കാർഡ് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ക്രെഡിറ്റ് സ്കോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഗുണകരമാണ്, എന്നാൽ നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചാൽ സാമ്പത്തിക ബാധ്യതയായിരിക്കും ഫലം. ചുരുക്കിപ്പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ക്രെഡിറ്റ് കാർഡുകൾ. ഇപ്പോഴിതാ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ബിൽ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള പണമിടപാടുകൾക്ക് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവിധ ബാങ്കുകൾ. ഓഗസ്റ്റ് മാസം മുതൽ ഈ മാറ്റങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ചില ബാങ്കുകൾ മിനിമം ഡ്യൂ തുക ഉയർത്തിയപ്പോൾ മറ്റ് ചില ബാങ്കുകൾ പണമിടപാടുകൾക്ക് ചാർജ് ഈടാക്കാനും വർദ്ധിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഉപയോക്താക്കളെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. റെന്റ് ചാർജ്, യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ചാർജ്, ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചാർജ് എന്നിങ്ങനെ വിവിധ ഇടപാടുകളിൽ HDFC ബാങ്ക് മാറ്റം വരുത്തി. തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചുള്ള റെന്റ് ഇടപാടുകൾക്ക് 1% ഫീസ് ഈടാക്കാനും തീരുമാനിച്ചു. HDFC ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ചുള്ള ഫ്യൂവൽ ട്രാൻസാക്ഷൻ 15,000 രൂപയ്ക്ക് മുകളിൽ ആണെങ്കിൽ അതിന് 1% ഫീസ് നൽകേണ്ടതായി വരും. ലേറ്റ് പേയ്മെന്റ് ഫീസ് 100 രൂപയിൽ നിന്ന് 300 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. ചില ബാങ്കുകൾ മിനിമം ഡ്യൂ തുക കുറച്ചിട്ടുണ്ടെങ്കിലും ഇത് ബാക്കി വരുന്ന തുകയുടെ പലിശ വർദ്ധിക്കുന്നതിന് കാരണമാകും. ഉദാഹരണത്തിന് 1,00,000 രൂപയ്ക്ക് മിനിമം ഡ്യൂ തുക 5,000 ആയിരുന്നത് 2,000 ആക്കി ചുരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ഡ്യൂ തുക അടയ്ക്കുന്നത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാതിരിക്കാൻ സഹായിക്കുമെങ്കിലും ബാക്കി വരുന്ന തുകയ്ക്ക് ഇടപാട് ദിവസം മുതലുള്ള പലിശ ഈടാക്കുമെന്നത് ഉപയോക്താവിന് വലിയ ബാധ്യത സൃഷ്ടിക്കുന്നതിന് കാരണമാകും. മുൻ മാസത്തെ ബില്ലിൽ അടയ്ക്കാത്ത തുകയുണ്ടെങ്കിൽ തൊട്ടടുത്തവർക്ക് മാസം പലിശരഹിത കാലയളവ് ലഭിക്കില്ല, അതായത് ഇടപാട് ദിവസം മുതൽ പലിശ ഈടാക്കി തുടങ്ങും. ഇതിലൂടെ ബാങ്കുകളുടെ വരുമാനം ഉയരുകയും ചെയ്യും.